ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ചാലഞ്ചിൻ്റെ 5ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഏതെങ്കിലും വേറൊരു ബെഡ്റൂം, അപ്പോൾ നമ്മൾ മക്കളുടെ റൂമാണ് ക്ലീൻ ചെയ്യണത്. ആ ഒരു റൂമും ക്ലീൻ ചെയ്യുക, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ബാത്റൂമും കൂടിയിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ചിലർ പറഞ്ഞിരുന്നു ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് ചാലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, പിന്നീടൊരു സമയത്ത് ഒന്നുകൂടിയൊക്കെ നടത്തുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വഴിയെ വേറെയും തവണ ഇതുപോലെ നടത്താം കേട്ടോ. ഇപ്പോൾ സമയമുള്ളവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ടാസ്കുകൾ ചെയ്തവർ പിക്ചേഴ്സ് അയച്ചു തന്നത് നമ്മൾ വീഡിയോയിൽ ഇതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ടാസ്കുകൾ ചെയ്ത് കഴിയുമ്പോൾ പിക്ചേഴ്സ് അയച്ചു തരണം. malayali.momcrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐഡിയിലോട്ട് 3 പിക്ചേഴ്സ് മാക്സിമം നിങ്ങളുടെ പേര് സഹിതം അയച്ചു തന്നാൽ നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കിച്ചണിൻ്റെ ടാസ്ക് എല്ലാവരും പതുക്കെ പതുക്കെയാവും ചെയ്യണേ, കാരണം അത് കുറച്ച് സമയം എടുക്കുന്നതാണല്ലോ. ചെയ്ത് കഴിയുമ്പോൾ പിക്ചേഴ്സ് അയച്ചാൽ മതി. അപ്പം ഇന്ന് നമ്മൾ കുട്ടികളുടെ റൂമും അതിൻ്റെ കൂടെ ബാത്റൂമുമാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മക്കളുടെ റൂം ഒതുക്കാൻ വന്നപ്പോൾ വലിയൊരു കാര്യം എനിക്ക് മനസ്സിലായത്, അതായത് മക്കൾ ചെറുതായിരുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ വേഗം വേഗം എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. അതായത് ടോയ്സൊക്കെ ബോക്സിൽ കൊണ്ടുവയ്ക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നല്ല കുട്ടികളായിട്ടൊക്കെ ചെയ്യും കേട്ടോ, കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ. പക്ഷെ ഒരു ടീനേജ് പ്രായത്തിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ, എത്തിക്കഴിയുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു മാറ്റമാണ് കുട്ടികളിൽ വരുന്നത്. അത് എല്ലാ കുട്ടികൾക്കും ആ സമയത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. അതുപോലെ ഒരു കാര്യം കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ അവരുടേതായ ഒരു വേൾഡിലേക്ക് അതായത് അവരെക്കുറിച്ച് അവർ കുറേയും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ ഒരു ഏജാണത്. അതുകൊണ്ട് തന്നെ അവർ പണ്ട് നമ്മൾ ഇതുപോലെ പറയുമ്പോഴൊക്കെ ചെയ്തിരുന്ന കുട്ടികൾ പിന്നീട് ആ ഒരു ഏജ് എത്തുമ്പോൾ അവർക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ നമ്മളോട് തിരിച്ചു പറയാം, എനിക്കത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എനിക്ക് തോന്നില്ല, മടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടുന്ന ഒരു ഏജാണത്. ആ ഒരു ഏജിൽ കുട്ടികളെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കും നല്ല ക്ഷമ വേണം. അതുപോലെ അവർക്കത് തോന്നണില്ല, അവർക്കത് അത്ര വലിയതായിട്ട് തോന്നണില്ല. അവർ ടീനേജ് എത്തുമ്പോൾ അവർക്ക് തോന്നുന്നത് അവർ വലിയ ആളുകളായി എന്നാണ്. എന്നാൽ ഫുള്ളി വലുതായോ അതുമില്ല. ഭയങ്കര മെച്യൂരിറ്റീൻ്റെ അങ്ങനെയും പറയാൻ പറ്റില്ല. നമ്മുടേതായ ഒരു സപ്പോർട്ട് അവർക്ക് വേണം. എന്നാൽ അവർക്കത് ചില സമയത്ത് നമ്മൾ അവരെ ഒരു കാര്യത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അവർക്കതൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നും. അത് നമ്മളും ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും മാറിയത് കൊണ്ടുള്ളൊരു വ്യത്യാസമാണ് നമ്മളും കുട്ടികളുടെയും ഇപ്പോഴത്തെ ലൈഫിൽ വന്നിരിക്കുന്ന ഒരു വലിയ ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് കുറേ പോയിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്നല്ല, അവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ ചില സമയങ്ങൾ റൂം അലങ്കോലമായിട്ടിട്ടുണ്ടെങ്കിലോ സ്റ്റഡി ടേബിൾ അലങ്കോലമായിട്ടിട്ടുണ്ടെങ്കിലോ ഓരോ ദിവസവും പോയിട്ട് അതിങ്ങനെ റിമൈൻഡ് ചെയ്ത് നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യണ്ട. നമ്മളൊരു ആഴ്ചയിൽ ഒരിക്കലൊരു ദിവസം ചെന്ന് നോക്കുക, റൂം വല്ലാണ്ട് അലങ്കോലമായി കഴിയുമ്പോൾ അത് വൃത്തിയാക്കാൻ പറയുക. അവരപ്പോൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, മടിയായിരിക്കും, ചിലപ്പോൾ അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടി വരും. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലേക്ക് അത് ചുരുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇറിറ്റേഷനാണ്. മാത്രമല്ല അവർക്കും അവരെ ഫുൾ ടൈം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലുമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ചെല്ലാം, അവരോട് പറയുക ക്ലീൻ ചെയ്യാനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് ചിലപ്പോൾ ആ ദിവസം ചിലപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് പിടിക്കേണ്ടി വരും, എന്നാലും സാരമില്ല, അങ്ങനെ ചെയ്യിപ്പിക്കാം. അത് മാത്രമല്ല നമ്മൾ ഓവറായിട്ട് എല്ലാ നേരവും നമ്മൾ വെക്കുന്ന അതേ പെർഫെക്ഷനിൽ അവരതെല്ലാം ചെയ്യണമെന്നും നമ്മൾ വാശി പിടിക്കാതിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ വരെ റൂം ഇതുപോലെ നോക്കാണ്ടായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ചെല്ലും, അവരെ കൊണ്ട് അത് വൃത്തിയാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അവരുടെ ഡ്രസ്സ് വെക്കുന്ന ഷെൽഫൊക്കെ ചില സമയത്ത് ഭയങ്കരമായിട്ട് അലങ്കോലാവും. കുറേ കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പോലെയൊക്കെ ആക്കാം. അപ്പോൾ ഞാനൊരു ദിവസം ചെന്നപ്പോൾ ഉണ്ട് ഇരുന്ന് ഫുൾ അലമാരയിലത്തെ ഐറ്റംസ് മുഴുവനും പുറത്തേക്ക് എടുത്ത് എല്ലാതും അറേഞ്ച് ചെയ്ത്, അതായത് ഷർട്ടും പാൻറ്റും ഒക്കെ അതിൻ്റെ ധൈര്യത്തിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് വാർഡ്രോബ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല എനിക്കെന്തോ അവളെന്തോ വീഡിയോ കാണാൻ എന്തോ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നത് എന്തോ കണ്ടു, അവൾക്ക് എന്തോ പെട്ടെന്നത് അവളുടെ അലമാരി അതുപോലെ ആക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അവളത് മുഴുവൻ ഒതുക്കി നല്ല സെറ്റാക്കി. അവളത് സ്വയം ഉള്ളിൽ നിന്ന് തോന്നി ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോഴും അത് നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി അത് ഫുൾ ടൈം പണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ അവർക്കത് ഒതുക്കണമെന്ന് അവർക്ക് തോന്നുന്നില്ല, കാരണം അതൊരു അലങ്കാലം ആകുമ്പോഴേക്കും ഞാൻ വന്നത് ശരിയാവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ കുറച്ചായിട്ട് ട്രൈ ചെയ്തപ്പോൾ അവർ തന്നെ സ്വയം അത് നന്നായി ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അടുത്ത ദിവസം റോസും അതെ അവളുടെ ഡ്രസ്സ് മുഴുവൻ പുറത്തോട്ട് എടുത്ത് അവളും അത് ഒതുക്കി വെച്ചു. അപ്പോൾ അവർ തന്നെ സ്വയം കഷ്ടപ്പെട്ട പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു ആഗ്രഹം പിന്നീട് വന്നു. അപ്പോൾ നമ്മൾ എല്ലാ നേരം അങ്ങനെ പിന്നിൽ നടന്ന് പറയാണ്ട് തന്നെ അത് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുക, അവരത് ചെയ്യാനുള്ളൊരവസരം അവർക്ക് കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ പോയിട്ടൊന്ന് സ്ട്രിക്റ്റ് പിടിച്ചൊന്ന് പറയുക, അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളുടെ റൂമിൻ്റെ ആ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ബാത്റൂമിൻ്റെ ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോ റൂമുകളുടെ എണ്ണം പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഈ ക്ലീനിങ് ചാലഞ്ചിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ 6 ദിവസം എന്ന് പറഞ്ഞാലും ചിലർക്ക് 6 ദിവസം പറ്റില്ല, അതിൽക്കാണ്ട് കൂടുതൽ ദിവസം വേണ്ടി വരും. 2 നില വീടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒറ്റ നിലയാണ്, നമുക്ക് ഇത്ര റൂമുകളേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ വീട്ടിൽ ഒതുക്കാനുള്ളതൊക്കെ, അതായത് പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന സ്ഥലത്തൊന്നും കുറേ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ടൈം അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ എന്തായാലും ബാത്റൂം ക്ലീനിങ് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ലത് ആഴ്ചയിലൊരിക്കൽ നമ്മളത് ക്ലീൻ ചെയ്യുക. പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അത് നമ്മളൊന്ന് ഫ്രഷ് ആവണതിന് മുൻപ് ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആ ഒരു പണി അതോടുകൂടി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് വന്നത്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലുള്ള നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഒരു ഏജ് എത്തി കഴിയുമ്പോൾ കുറേ മാറ്റങ്ങൾ വരും കേട്ടോ അതിൽ. ഇപ്പോൾ ഞാൻ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക മൈൻഡ് അനുസരിച്ച് ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. അതായത് എനിക്ക് നല്ല ഹാപ്പി ആയിട്ടും നല്ല എനർജറ്റിക് ആണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ടും സൂപ്പറായിട്ട് ചെയ്യും. എനിക്കപ്പോൾ നല്ല കോൺഫിഡൻസ് ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എത്ര നേരം വേണമെങ്കിലും ഞാൻ ആ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ചില ദിവസങ്ങളിൽ അപാര മടിയാണ്, എനിക്ക് ചെയ്യാനേ തോന്നില്ല. ഞാൻ ഇങ്ങനത്തെ ഒരാളെല്ലാം തോന്നും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു രീതി എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ റുട്ടീനായാലും ഒരു പ്രോബ്ലം ഇല്ല, അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ ജോലികൾ ചെയ്യാൻ ചേട്ടനത് ഒരു പ്രശ്നം തോന്നാറില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടി ഫീൽ ചെയ്യും കേട്ടോ, മടുപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ സാറ്റർഡേ സൺഡേസ് കിട്ടുമ്പോൾ ഈ ഒരു സെയിം റുട്ടീൻ ഫോളോ ചെയ്യാതെ പരമാവധി വേഗം ജോലികൾ അവസാനിപ്പിച്ച് ഞാൻ എനിക്കിഷ്ടപ്പെട്ട പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് കുറച്ചും കൂടി എൻ്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കിയാലാണ് എനിക്ക് ആ ഒരു അടുത്ത ആഴ്ച അങ്ങനെ റുട്ടീനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക്കലി എനിക്ക് റുട്ടീൻ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടാവുമ്പോൾ അതെല്ലാം നമ്മളെന്തായാലും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവുമ്പോൾ നമ്മളെന്തായാലും ഒരു പ്ലാനിങ്ങും ഒരു ചിട്ടയും ഇല്ലാതെ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ചിട്ട ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എന്നെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ്, അതിനുവേണ്ടി എനിക്കിത് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ റുട്ടീൻ ഫോളോ ചെയ്യണത് തന്നെ. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്കിഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും എനിക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം, അതായത് സൺഡേ എങ്ങാനും നമ്മൾ എടുത്തിട്ട് ആ ദിവസം വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഭക്ഷണം വയ്ക്കൽ എനിക്ക് എന്തായാലും ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എന്തായാലും ചെയ്യണം. അപ്പോൾ അതിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ട്രൈ ചെയ്യും. പ്ലസ് എനിക്കിഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അത് ഫോൺ നോക്കിയിരിക്കലല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഫോൺ നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണ്. കാരണം ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാണ്ടാകുമ്പോൾ ഫോണും നോക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ഉള്ള കാര്യം. അതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൺഡേസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പടം വരയ്ക്കാനോ കളർ ചെയ്യാനോ ക്രാഫ്റ്റ് ചെയ്യാനോ ആ കണ്ട വീഡിയോയിലുള്ള ക്രാഫ്റ്റെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. വെറുതെ ഇത് കാണും, അത് കഴിഞ്ഞത് ഒന്നും ചെയ്യാതെ വെറുതെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മൈൻഡ് ഒന്ന് ഹാപ്പി ആക്കി കഴിഞ്ഞിട്ട് അടുത്ത വീക്കിന് വേണ്ടി നമ്മൾ റെഡി ആവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്ത ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു എനർജി ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും ഈ ഒരുപോലെ നമ്മളെപ്പോലെ ഉള്ളവർക്ക് എന്നും ഇങ്ങനെ ഒരുപോലെ ആയി കഴിയുമ്പോൾ ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ മുൻപ് ചെയ്തിരുന്ന പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേയും കൂടി മൈൻഡ് എപ്പോഴും ഫ്രഷും യങ്ങും ആയിട്ട് ഇരിക്കാനായിട്ട് തോന്നും. ഫ്രണ്ട്സിനെ കാണാനാണെങ്കിൽ അത് കാണാം, സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചും കൂടി എനർജറ്റിക് ആവാം. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ക്ലീനിങ് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ബോറടി ഇല്ലാണ്ടിരിക്കാനാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയണത്. നിങ്ങൾ പറയാറുണ്ടല്ലോ എൻ്റെ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് നിങ്ങൾ പണികൾ ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു എനർജറ്റിക് മോട്ടിവേഷനൊക്കെ കിട്ടാനാണ് ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴുള്ള ഒരു കംപ്ലയിൻ്റാണ് സമയമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. സമയം കുറച്ചില്ലാണ്ടൊന്നല്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്ക്. സമയം ഇല്ലാത്തതുകൊണ്ടാണോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ വീട്ടിലെല്ലാ കാര്യം നമ്മൾ ചെയ്താലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്ത, അതെല്ലാം എന്നും ചെയ്യണം എന്നുള്ള ചിന്തയും ആ ഒരു വാശിയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മളെ കെയർ ചെയ്യാനും തോന്നാത്തത്. അപ്പോൾ അങ്ങനെയുള്ള പിടിവാശികൾ മാറ്റി വെച്ചിട്ട് സത്യസന്ധമായിട്ട് നമ്മളൊന്ന് മനസ്സിനോട് ചോദിക്കുക, സമയം ഇല്ലാണ്ടാണോ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാത്തത്? അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ തലയിൽ എടുത്ത് വെച്ചാൽ ശരിയാവുള്ളൂ എന്നുള്ള സ്വയം കുറ്റപ്പെടുത്തലാണോ? അതൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കാനും കുറച്ച് ടൈം ഇപ്പോൾ കുറച്ച് ദിവസം വെക്കേഷൻ എന്തായാലും മക്കൾക്ക് കിട്ടുന്നുണ്ട്. ആ ദിവസം മക്കൾക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനും. ഇപ്പോൾ ചിലർ ഞാൻ ഇതിൽ കണ്ടിരുന്നു, ഞങ്ങൾക്ക് ഓണാഘോഷമൊന്നുമില്ല, സ്കൂളിലേക്കും പോകാനില്ല, ജോലിക്കും പോകാനില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഓണമില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും വിചാരിക്കണേ, നമ്മുടെ കയ്യിലുള്ള ഒരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിലിടുന്നേ നമുക്ക് ഓണം ആഘോഷിക്കുക. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ സ്ഥലങ്ങളില്ലാന്ന് വെച്ചിട്ട് ഓണം ആഘോഷിക്കാണ്ടിരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്?
അതുകൊണ്ട് എനിക്കൊന്നില്ലല്ലോ എന്നെ ആരും കെയർ ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞ് നടക്കണതിന് പകരം നമുക്ക് നമ്മളെ തന്നെ സെൽഫ് കെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരൊന്നും കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തോന്നും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ ടാസ്ക്കായിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.